മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ച പ്രതികൾക്ക് പോലീസ് സഹായമെന്ന് കുടുംബം. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പുൽപ്പറ്റ കാവുങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെയാണ് ബലാത്സംഗത്തിനിരയായത്. യുവതിയുടെ സ്വർണവും അപഹരിക്കപ്പെട്ടിരുന്നു. അരീക്കോട് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവതി ശാരീരിക പീഡനത്തിനിരയായ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് കുടുംബവും പൊതുപ്രവർത്തകരും പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. പീഡിപ്പിച്ചവരെക്കുറിച്ച് യുവതി തന്നെ നേരിട്ട് പോലീസിന് മൊഴി നൽകിയിട്ടും പോലീസ് ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പ്രതികളെ സഹായിക്കാനും കേസ് നീട്ടിക്കൊണ്ടുപോകാനുമാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും ആരോപിച്ചു. പുൽപ്പറ്റ കാവുങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെ അയൽവാസികളും ബന്ധുക്കളും അടക്കമാണ് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത്. യുവതിയുടെ 15 പവൻ സ്വർണ്ണാഭരണങ്ങളും അപഹരിക്കപ്പെട്ടു. 60% മാനസിക വൈകല്യമുള്ള യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്ന് ബന്ധുക്കളും പൊതുപ്രവർത്തകരും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നിരന്തരം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നല്ല മനസ്സിന്റെ ഉടമകൾ ഞങ്ങൾക്കൊപ്പം കൂടെ നിന്നുകൊണ്ട് ഇപ്പോഴും അവർ എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട്, എല്ലാ സപ്പോർട്ടായിട്ടും. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ഞങ്ങളെ സംസാരിച്ചതും ഞങ്ങളെ വീട്ടിൽ കയറി ഒന്ന് ആക്രമിക്കാനും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ അന്വേഷണ ചുമതലയില്ല, ഈ വ്യക്തികളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞതാണ് നിങ്ങളുടെ വീട് കുറ്റിയിട്ടിട്ട് അവിടെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ പിന്നെ ഇനി ആരും ബെല്ലടിച്ചാൽ വാതിൽ തുറക്കണ്ടെന്നാണ് മൂപ്പര് തന്നത് മറുപടി. പോലീസ് ഇനിയും പ്രതികളെ സഹായിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോയാൽ യുവതിയുടെ കുടുംബങ്ങളുമായി ചേർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. SDPI ഭാരവാഹികളായ VP നൌഷാദ്, V യൂസഫ്, സൈനുലാബിദ്ദീൻ വാളപ്ര, യുവതിയുടെ ബന്ധുക്കളായ ഷരീഫ, സജിദ, മുഹമ്മദ് അബ്ദുൾ നജീബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.